മുതിരപ്പുഴയെ വീണ്ടെടുക്കാൻ പഞ്ചായത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. ഇപ്പോഴത്തെ മുതിരപ്പുഴ അവസ്ഥ വലിയ വേദനാജനകം തന്നെയാണ്. മുതിരപ്പുഴ വലിയൊരു മാലിന്യവാഹിയായി തീർന്നു. കാണാം മുതിരപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ നിൽക്കുന്നത് മുതിരപ്പുഴ ആറ്റിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ മുതിരപ്പുഴ ആറ് കണ്ടോ നിങ്ങള്? ആറ് രണ്ട് സൈഡ് കണ്ടോ? മൊത്തം വേസ്റ്റാ. ഹോട്ടൽ വേസ്റ്റും ഉള്ള എല്ലാ ചപ്പിച്ചവറൊക്കെ ഇതിന് വരുന്നുണ്ട്. ഈ വെള്ളത്തെ തന്നെ താളുള്ളവർ കുടിക്കുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അസുഖവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് ഇവിടത്തുള്ള പഞ്ചായത്ത് കയ്യിലെടുത്ത് നടപടി ചെയ്യുന്നതെന്ന് കേട്ടുകൊള്ളുകയാണ്. இந்த முதிரப்புழையாறு முதல்ல எல்லா பலவிதமான சங்கடங்கள் எல்லாம் சேர்ந்து கிளீன் மூணாறு சொல்லி எல்லா பத்தியில எல்லா சங்கடங்களும் சேர்ந்து ஒன்று அந்த கிளீன் மூணாறு பத்தியில மூணாறு பழைய கம்ப்ளீட் எல்லாம் சுத்தம் செய்து எடுத்தாங்க. சுத்தம் செய்து எடுத்து வரும்போது ஓரளவுக்கு நல்லா போய்கிட்டு இருக்கும்போது இப்ப பழைய குட்டி கதவு தொட்டின்னு சொல்ற மாதிரி பழையபடி கக்கூஸ் மாலின்யம் முதற்கொண்டு சப்பு சவர் எல்லாமே தண்ணியில கலந்து தண்ணி ரொம்ப அசுத்தமான சூழ்நிலை போகுது. இந்த தண்ணி தான் கீழே உள்ளவங்க எல்லாருமே குடிக்கிறாங்க. ஆனா அதனால மூணாறு கிராம பஞ்சாயத்து இது ஒரு நல்ல நடவடிக்கை സ്വീകരിച്ച് ഇത് നല്ല മുறையில் എടുത്തു കൊടുക്കണം சொல்லி താഴ്മ കേട്ടുக்கிறோம். മുൻപ് പുഴയിലെ വെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ. ഈ പുഴയിലെ വെള്ളം തന്നെയാണ് പലരും കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ മുതിരപ്പുഴയിൽ പട്ടാപ്പകലടക്കം മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.